ഇനിയും സമയം വൈകിട്ടില്ല, പക്ഷേ സർക്കാർ വേണ്ടത്ര ജാഗ്രത അല്ലെങ്കിൽ തിടുക്കം കാട്ടുന്നില്ല ഇതിൽ. അതിൽ രാഷ്ട്രീയമാണ് ഇന്നലെ പാണക്കാട് സാധിക്കൽ ചേർത്തെന്നുള്ളത് ഒരു വൈകിക്കുന്നതായിട്ട് ബിഷപ്പ് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ആരും ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. അദ്ദേഹം കൃത്യമായും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, സംസ്ഥാന സർക്കാർ മുനമ്പം വിഷയത്തിൽ വൈകിപ്പിക്കൽ നയം സ്വീകരിച്ചിട്ടില്ല. സർക്കാരിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് ഒരിക്കലും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പാടില്ല എന്ന് പറയുന്നു ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ഇനി നമുക്ക് UDF നേതാക്കളുടെ രണ്ട് പരാമർശവും കൂടി കാണാം. ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെതാണ്, മറ്റൊന്ന് പ്രതിപക്ഷ ഉപനേതാവ് UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടേതാണ്. രണ്ടും നമുക്കൊന്ന് കേൾക്കാം. ഭരിക്കുന്ന കക്ഷിക്ക്, ഭരിക്കുന്ന ഗവൺമെന്റിന് രണ്ടു കൂട്ടരെയും വിളിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം വച്ച് നീട്ടുന്നതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾക്ക് എന്തായാലും അവർക്ക് അധികാരം കയ്യിലുണ്ടല്ലോ. രണ്ടു കൂട്ടരെയും വിളിച്ച് വരുത്തിയതിനു ശേഷം ഈ കാര്യത്തിൽ രമ്യമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അധികാരം കയ്യിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആ പറയുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല. അവർ ഈ മുനമ്പം പ്രശ്നം കാര്യമില്ലാതെ വെച്ച് നീട്ടി കഴിയുന്നത്ര രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കും. അതെ അതെ, അത് ചർച്ച എന്ന് പറഞ്ഞ അനന്തമായി നീട്ടാവുന്ന മറ്റൊരു വഴിയും ആണല്ലോ. അതായിരിക്കും, അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ തീരുമാനിക്കാൻ കഴിയും. അപ്പൊ തീർക്കാനുണ്ടായിരുന്ന ഒരു അവസരം അതിനെ പുറകിൽ നിന്ന് കുത്തി ചതിച്ചത് സംസ്ഥാന ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ അതാണ് ആദ്യമേ പറഞ്ഞത്, ഇത് കൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല. രണ്ടാമത് സംസ്ഥാന ഗവൺമെന്റ് അവരെ ചതിക്കുകയും ചെയ്തു. ഒരു കൂട്ടര് പറഞ്ഞു പറ്റിച്ചു, ഒരു കൂട്ടര് ചതിച്ചു. ഇതാണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ളത്. നമുക്കത് പരിഹരിക്കാൻ കഴിയും. ഞങ്ങൾക്ക് അതിനകത്ത് നിയമപരമായ ഒരു ഫോർമുല ഞങ്ങൾക്കൊണ്ട് UDFിനുണ്ട്. അത് പരിഹരിക്കാൻ പറ്റും. പക്ഷെ ഗവൺമെന്റ് അത് തയ്യാറല്ല. ഗവൺമെന്റ് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. UDF നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുതൽ താഴോട്ടുള്ള എല്ലാ നേതാക്കളും ഒരേപോലെ പറയുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുന്നു എന്ന്. VD സതീശൻ ആദ്യം പറഞ്ഞത് 10 നിമിഷം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒരു ഫോർമുലയുണ്ട് പ്രശ്നം പരിഹരിക്കാൻ എന്നാണ്. ആ ഫോർമുല എന്താണ് എന്ന് അദ്ദേഹം പറയില്ല. അത് അദ്ദേഹത്തിൻ്റെ ട്രേഡ് സീക്രട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം നിങ്ങൾ എനിക്ക് അധികാരം തരൂ, അടുത്ത പ്രാവശ്യം UDFന് അധികാരം തരും, അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാം എന്നാണ്. എന്ന് വെച്ചാൽ വീണ്ടും നീണ്ടുപോകുക എന്നതല്ലേ അതിൻ്റെയും ഉത്തരം. അതിന് പക്ഷേ VD സതീശൻ മറുപടി പറയില്ല. പക്ഷെ നോക്കൂ, കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ആദ്യം മുതലേ സംസ്ഥാന സർക്കാർ. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും എവിടെയും നടത്തിയിട്ടില്ല. എന്താണോ ഈ പ്രശ്നത്തിൽ ആദ്യം മുതൽ പറഞ്ഞു വന്നിരുന്നത് അത് തന്നെ ഇപ്പോഴും പറയുന്നു. അതിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ പറഞ്ഞു വഖഫ് നിയമ ഭേദഗതി വന്നാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ഉടനെ ചെയ്യാൻ പോകുന്ന ക്രൈസ്തവ സഭകളെ ഒന്നിച്ചു നിർത്താൻ ചെയ്യാൻ പോകുന്ന നടപടിയാണ്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത് എന്ന് വരെ പറഞ്ഞു വെച്ചു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം മുനമ്പം സന്ദർശിച്ചു, അദ്ദേഹത്തിന് അവിടെ സ്വീകരണം നൽകി. മാത്രമല്ല അവിടെ 50ഓളം ക്രൈസ്തവ മതവിശ്വാസികൾ BJPയിൽ ചേരുമെന്ന് പ്രഖ്യാപിക്കുകയും അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ. വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രി സംസ്ഥാനത്ത് വന്ന് കൃത്യമായും പറഞ്ഞു വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന്.
വി ഡി സതീശനാകട്ടെ സ്വന്തം ട്രേഡ് സീക്രട്ട് വെളിപ്പെടുത്തുന്നുമില്ല എങ്ങനെ പരിഹരിക്കാമെന്ന്. അദ്ദേഹം പറയുന്നു 10 നിമിഷം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ എങ്ങനെ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നില്ല. സങ്കീർണമാണ് വിഷയം എന്നും 2 കോടതി ഉത്തരവുകൾ വഖഫ് ഭൂമിയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. കോടതി ഉത്തരവിൽ അത് സംബന്ധിച്ച് ട്രിബ്യൂണൽ മുന്നിൽ കേസ് നടക്കുകയാണ്. ട്രിബ്യൂണലാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. ട്രിബ്യൂണൽ തീരുമാനം വരട്ടെ. അതോടൊപ്പം ട്രിബ്യൂണൽ തീരുമാനം എതിരായാലും അനുകൂലമായാലും എങ്ങനെ പരിഹരിക്കാമെന്നതിന് എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് പരിശോധിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസിനെ കമ്മീഷനായി നിയമിച്ച് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിലേക്ക് കൊണ്ടുപോകണം. അതാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ഇത് മുഖ്യമന്ത്രി പറയുന്നത് ഇന്നല്ല, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. എല്ലാവരും വന്ന് മുഖ്യമന്ത്രിയെയും LDF-നെയും തള്ളിപ്പറഞ്ഞു, സർക്കാരിനെയും തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറായി വന്നിരിക്കുന്നു ക്രൈസ്തവ സഭകൾ. നല്ല തുടക്കം തന്നെയാണ്. അടുത്ത് തന്നെ ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തീയതി തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എല്ലാ വിഭാഗം ആളുകളുമായും ചർച്ച ചെയ്ത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം. അതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വിളംബരമാണ് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ വാക്കുകൾ. അത് എല്ലാവരും ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല. രാഷ്ട്രീയ മുതലെടുപ്പ് ഇതിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും.